പിണറായി വിജയൻ സർക്കാരിന്റെ പുതിയ ഉഡായിപ്പ് തുടങ്ങിയിരിക്കുകയാണ്. 10 വർഷത്തെ നിരോധനത്തിന് ശേഷം സംസ്ഥാനത്തെ നദികളിൽ നിന്ന് മണൽ വാരാൻ അനുമതി നൽകിയിരിക്കുകയാണ്. റവന്യൂ സെക്രട്ടേറിയറ്റാണ് മണൽ വാരൽ നിരോധനം നീക്കാൻ തീരുമാനിച്ചത്. കഴിഞ്ഞ 10 വർഷമായി സംസ്ഥാനത്തെ പുഴകളിൽ നിന്ന് മണൽ വാരാൻ മുടങ്ങിക്കിടക്കുകയായിരുന്നു. കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ മാർഗനിർദ്ദേശങ്ങൾക്ക് അനുസൃതമായി 2001 കേരള പ്രൊട്ടക്ഷൻ ഓഫ് റിവർ ബാങ്ക് ആൻഡ് റെഗുലേഷൻ ഓഫ് റിമൂവൽ ഓഫ് സാൻഡ്സ് ആക്ട് ഭേദഗതി ചെയ്താണ് മണൽ വാരൽ പുനരാരംഭിക്കാനുള്ള തീരുമാനം എടുത്തത്. കോടിക്കണക്കിന് രൂപയുടെ കച്ചവടമാണ് ഇതിലൂടെ പുനരാരംഭിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ശേഷിക്കെ പാർട്ടികൾ വരുമാനമുറപ്പിക്കാനുള്ള ശ്രമത്തിലുമാണ്. അതേസമയം എല്ലാ നദികളിൽ നിന്നും മണൽ വാരാൻ അനുമതി ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. കേരളത്തിലെ നദികളിലെ സാൻഡ് ഓഡിറ്റ് പൂർത്തിയാക്കിയ ശേഷം കേന്ദ്ര നിർദ്ദേശപ്രകാരം റിപ്പോർട്ട് തയ്യാറാക്കി അനുവദനീയമായ നദികളിൽ നിന്ന് മാത്രം മണൽ വാരാൻ അനുമതി നൽകാനാണ് ആലോചന. ഓഡിറ്റ് നടത്തിയതിൽ 17 നദികളിൽ നിന്ന് മണൽ വാരാമെന്ന് കണ്ടെത്തി. ഈ നദികളിൽ വൻതോതിൽ മണൽ നിക്ഷേപമുണ്ടെന്നാണ് കണ്ടെത്തൽ. അനുമതി നൽകുന്നതിലൂടെ അനധികൃത മണൽ വാരൽ നിയന്ത്രിക്കപ്പെടണമെന്നാണ് സർക്കാരിന്റെ വാദം. സംസ്ഥാനത്തെ പുഴകളിൽ നിന്ന് മണൽ വാരൽ പുനരാരംഭിച്ചിരിക്കുകയാണ്. സംസ്ഥാന ജലവിഭവ വകുപ്പിന്റെ കീഴിലെ പ്രത്യേക സംവിധാനത്തിന്റെ മേൽനോട്ടത്തിലാണ് ഒരിടവേളയ്ക്ക് ശേഷം മണൽ വാരാൻ ആരംഭിച്ചു തുടങ്ങിയത്. വടക്കൻ കേരളത്തിൽ ഉൾപ്പെടെ കേരളത്തിലെ ഒട്ടുമിക്ക ജില്ലകളിലെയും പുഴകളിൽ നിന്ന് നിയന്ത്രിതമായ തോതിൽ മണൽ വാരുന്ന ജോലികൾ ആരംഭിച്ചു കഴിഞ്ഞു. ദീർഘകാലം നടത്തിയ പഠനങ്ങൾക്ക് ശേഷമാണ് ഈ തീരുമാനം എന്നാണ് സർക്കാർ വ്യക്തമാക്കുന്നത്. പക്ഷേ പരിസ്ഥിതി സംഘടനകൾ ഇതിനോടകം തന്നെ എതിർപ്പുകളും പ്രതിഷേധവും അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. 1.5 പതിറ്റാണ്ടിന് ശേഷമാണ് സംസ്ഥാനത്തെ പുഴകളിൽ നിന്ന് മണൽ വാരാൻ ആരംഭിക്കുന്നത്. 2018 സംസ്ഥാനത്തുണ്ടായ മഹാപ്രളയത്തിന്റെ പശ്ചാത്തലത്തിലാണ് സർക്കാർ മണൽ വാരാനുള്ള തീരുമാനം എടുത്തത്. പുഴകളിൽ മണൽ അമിതമായി അടിഞ്ഞുകൂടിയത് പ്രളയത്തിന്റെ കാരണങ്ങളിൽ ഒന്നാണെന്നാണ് വിദഗ്ധ സമിതിയുടെ കണ്ടെത്തൽ. ഇതേ തുടർന്ന് ഓരോ പുഴയെക്കുറിച്ചും പഠനം നടത്തി നിശ്ചിത അളവിൽ മണൽ നീക്കം ചെയ്ത് വിൽപ്പന നടത്താനാണ് സർക്കാരിന്റെ തീരുമാനം. ഇതനുസരിച്ച് ഓരോ പുഴയിൽ നിന്നും നീക്കം ചെയ്യുന്ന മണലിന്റെ ഘടന കണക്കും നിശ്ചയിച്ചിട്ടുണ്ട്. പുഴകളിലെ മണലാണ് പ്രളയത്തിന് കാരണമെന്ന വിദഗ്ധരുടെ കണ്ടെത്തൽ സംബന്ധിച്ചു തന്നെ 2 അഭിപ്രായമുണ്ട്. ഒരു വിഭാഗം ഇതിനെ ശരിവെക്കുമ്പോൾ പുഴമണൽ വെള്ളം ഭൂമിക്കടിയിലേക്ക് ഇറക്കി വിടുകയാണ് ചെയ്യുന്നത് എന്നും മണൽ ഒരിക്കലും പ്രളയത്തിന് കാരണമാകില്ല എന്നിങ്ങനെ പരിസ്ഥിതി പ്രവർത്തകർ വ്യക്തമാക്കുന്നു. എതിർപ്പുകൾ ഉയരുന്നുണ്ടെങ്കിലും സർക്കാർ തീരുമാനപ്രകാരമുള്ള മണൽ വാരൽ പ്രക്രിയ സജീവമായി മുന്നോട്ട് പോകും. പുഴകളുടെ കുത്തൊഴുക്കിനെ തടസ്സപ്പെടുത്തി ജലനഷ്ടം ഒഴിവാക്കുന്നതിന് പ്രധാനപ്പെട്ടതാണ് പുഴയിലെ മണൽ തരികൾ. മണൽ വാരാൻ വർദ്ധിക്കുകയും പുഴയ്ക്ക് അരികിലെ പാടങ്ങൾ മണ്ണിട്ട് നികത്തി ഭൂരിഭാഗം ഇടങ്ങളിലും കെട്ടിടങ്ങൾ പണിയുകയും ചെയ്തതോടുകൂടിയാണ് പല പുഴകളും വറ്റിവരേണ്ടത്. പുഴകളുടെ കുത്തൊഴുക്ക് തടയുന്നതിന് പ്രകൃതി നിർമ്മിച്ച തടയണയാണ് മണൽ തരികൾ. പുഴയിലൂടെ ഒഴുകുന്ന വെള്ളം വേഗത്തിൽ കടലെടുക്കുന്നത് തടയുന്നതിൽ മണൽ തരികൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. മണൽ വാരൽ വ്യാപകമാകുന്നതോടുകൂടി പുഴയിലെ ഒഴുക്ക് വർദ്ധിച്ച വെള്ളം എളുപ്പത്തിൽ കടലിലെത്തുന്നു. പുഴകളുടെ അരികിലെ നീർത്തടങ്ങളിൽ മഴക്കുഴികൾ പരമാവധി നിർമ്മിക്കുകയും ഉറവകൾ സംരക്ഷിക്കുകയും ചെയ്താൽ പുഴകളെ ജലസമൃദ്ധമായി കാത്തുസൂക്ഷിക്കാമെന്ന് ഭൂഗർഭ ശാസ്ത്രജ്ഞർ പറയുന്നു. പുഴയ്ക്ക് സമീപത്തെ പാടങ്ങൾ വെള്ളപ്പൊക്കത്തിന്റെ നാശങ്ങളിൽ നിന്ന് സംരക്ഷണം ഒരുക്കുന്നു എന്നായിരുന്നു. ഒപ്പം വെള്ളം മണൽ തന്നെ സംരക്ഷിച്ച് നിർത്തുകയും ചെയ്യും. പാടങ്ങൾ അനുദിനം കോൺക്രീറ്റ് കെട്ടിടങ്ങളായി മാറുന്നതോടുകൂടി പുഴകളും ഓരോന്നായി ഓർമ്മയായിക്കൊണ്ടേയിരിക്കുകയാണ്. പാസുകളിൽ കൃത്രിമം കാണിച്ച് മണലൂറ്റിന് പതിറ്റാണ്ടുകൾക്ക് മുൻപ് പുഴയിലെ മണൽ വാരൽ നിർത്തിവെക്കാനുണ്ടായ സാഹചര്യം ഈ സമയത്ത് ഓർക്കേണ്ടതുണ്ട്.